നമ്മൾ എവിടെ പോണ്ടാ കുട്ടാ? എന്റെ ഔട്ട്ഫിറ്റ് നോക്ക്. വെഡിങ് ഗിഫ്റ്റ്. അയ്യോ എന്റെ അമ്മ കരയണ കഴിച്ച് എനിക്കറിഞ്ഞൂടാ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം ഗൈസ്. ഇപ്പൊ ഇന്നത്തെ എന്റെ അമ്മയുടെ ഒരു വ്ലോഗാണ് ഗൈസ്. നമ്മൾ എവിടെ പോണ്ടാ കുട്ടാ? യാ, അങ്ങനെ ഞാനും അമ്മയും കൂടെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അപ്പൊ എല്ലായിടത്തും ഇല്ല, ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ, അല്ലാത്തടത്ത് അമ്മയും എന്റെ പടകളും. ഓക്കെ, സോ ഗൈസ് അപ്പൊ ഞാൻ നമ്മുടെ കല്യാണ ലെറ്റർ വായിക്കാം. ഓക്കെ, ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ കല്യാണ ലെറ്റർ വായിക്കണം. ഞാൻ വായിക്കട്ടെ, എനിക്ക് എല്ലാം കൂടെ പിടിച്ചു വായിച്ചാല് നിങ്ങൾ വായിക്കി. ഓക്കെ, സന്ധ്യ പി ആർ, സദ്ഗമയ കരിക്കുഴി, പനൂർ പി ഒ. എങ്ങനെയുണ്ട്? ഓക്കെ, സർവേശ്വരന്റെ അനുഗ്രഹത്തോടും എല്ലാവരുടെയും ആശീർവാദത്തോടും കൂടി മാന്യരെ. അമ്മ നിങ്ങളാണ് വായിക്കാനുള്ളത്. നിങ്ങൾ വായിക്കേ. ഓക്കെ, അമ്മ വായിക്കണതായിട്ട് എന്റെ സ്വന്തം കല്യാണ ലെറ്റർ ഞാൻ സ്വന്തമായിട്ട് വായിക്കുന്നത് സൈക്കോട് കഴിച്ചിട്ട്. സർവേശ്വരന്റെ അനുഗ്രഹത്തോടും എല്ലാവരുടെയും ആശീർവാദത്തോടും കൂടി മാന്യരെ, എന്റെ മകൾ ഗംഗ വിവാഹിതയാകുന്നു. ഉച്ചക്കടയിൽ കുഴിയമ്പള വീട്ടിൽ ശ്രീ ബിനുവിന്റെയും ശ്രീമതി ലളിതയുടെയും മകൻ വിഷ്ണു ആണ് വരൻ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ അതാണ് നമ്മുടെ കല്യാണ ലെറ്റർ. അപ്പൊ ഞാൻ ഇത്രേ വായിക്കാൻ. പിന്നെ ഇതിലുണ്ട് ഗൈസ് വേറെ സംഭവമുണ്ട്. ഉപചാരപൂർവം ഗൗരി, അഭിനവ്, അഭിദേവ്, മാളു, അക്കു, അബി. അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് വേണമെന്ന്. കാരണം ഇതിന്റെ ഫുൾ പ്രിന്റും എല്ലാം ഞാൻ, ഇതിന്റെ ഡിസൈൻ ഫുള്ള് ഞാനാണ് കണ്ടുപിടിച്ചെടുത്ത് കൊടുത്തത്. അപ്പം താങ്ക്സ് വിജിനാണ് ഇത് സെറ്റ് ചെയ്ത് തന്നത്. താങ്ക്സ് ഡാ. അപ്പം ഇതില് ആ ഉപചാരപൂർവ്വം അല്ലാതെ ഇവര് അക്കു, മാളും, അബിയും വേണമെന്ന് എനിക്ക് ഭയങ്കര. കാരണം അക്കുവിന്റെ അബിയുടെ അച്ഛന്റെ കല്യാണത്തിന് ഉപചാരപൂർവം സന്ധ്യ, യുവർ എക്സിന്റെ പേര്, എക്സ് ഹസ്ബൻഡിന്റെ പേര്, എനിക്ക് ഗൗരി, ഗംഗ എന്നുള്ളതുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, എനിക്ക് ഭയങ്കര അച്ചീവ് ചെയ്ത സന്തോഷമായിരുന്നു. സോ എനിക്ക് എന്തോ അന്ന് കൊച്ചി ഭയങ്കര സന്തോഷമായിരുന്നു. അതിങ്ങനെ ഉപചാരപൂർവ്വം ഞാൻ എന്തോ വലുത് ഞങ്ങളൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും കല്യാണം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതുകൊണ്ടാണെങ്കിൽ എനിക്കിങ്ങനെ ആഗ്രഹമായിരുന്നു. മാളുവിന്റെ, അക്കൂരി, അബീരയും പേരുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞ് ഉപചാരപൂർവ്വം ബന്ധുമിത്രാദികൾ എന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അക്കുവിന്റെ, അബീരയും, മാളിന്റെയും പേര് ഇങ്ങനെ എടുത്ത് നിർത്തണമെന്ന്. സോ അങ്ങനെ നമ്മൾ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ പോണത് എങ്ങോട്ട്? മീനാക്ഷിയുടെ വീട്. മീനാക്ഷി എന്താണ് വീട്ടിൽ പോണത്. ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റാണ് മീനുന്റെ വീട്. അപ്പൊ മീനുന്റെ ഇന്ന് 2 വീട്ടിലാണ് വിളിക്കുന്നത്. 2 വീടല്ല, 2 സ്ഥലങ്ങളിലാണ് വിളിക്കുന്നത്. ഒന്ന് നമ്മൾ നേരെ മീനാക്ഷിയുടെ വീട്ടിൽ വിളിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ നേരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോണത് ഗോപിക. അവിടെ തന്നെ എനിക്ക് അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ എല്ലാരും പോയി, മാമീരെയും അവിടെ കുറച്ച് വീടുണ്ട്. അപ്പൊ അവിടെ എല്ലാരെയും വീട്ടിൽ പോയി വിളിക്കണം. സോ ഓക്കെ ഗൈസ്, കല്യാണ പെണ്ണെന്നുള്ള നിലയിൽ എനിക്ക് ആ നാണം പോലും എനിക്ക് വരണില്ല. ഞാൻ എന്തോ ഏത് സമയത്ത് കല്യാണം കഴിക്കുമ്പോഴാ എനിക്ക് നാണമല്ല, എനിക്ക് എല്ലാരും മൊത്തം കൊഞ്ഞണം കുത്താനാണ് തോന്നിയത്. സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ കല്യാണം പോയി വിളിച്ചിട്ട് വരാം. പറയടോ, ബൈ. പിടിക്കണം. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയ മീനുവിന്റെ അവിടെ നല്ല പെരുമഴ. നമുക്കിനി മീൻ അങ്ങനെയല്ല, സോറി, തുടക്കം. എന്തൊരു എന്റെ വായനക്ക് എന്തെങ്കിലും പെശകായി പോയാൽ പിന്നെ അവരങ്ങ് നദി പിടിച്ചങ്ങ് കയറും. നമുക്ക് വീട്ടിലോട്ട് പോവാം. പെരുമഴയല്ല, പക്ഷെ ബെറിയുടെ സമയത്ത് ഇച്ചിരി മഴ മതിയാ. എന്റെ ഔട്ട്ഫിറ്റ് നോക്ക്. ഈ ശൂര എനിക്ക് വയ്യ. ഇത് ഭയങ്കര സുഖം ഇട്ടുകൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്. കാലും കവറായിരിക്കും, ഭയങ്കര ചന്തവും കാല് കാണാൻ. മീനാക്ഷിയുടെ വീട് അടുത്ത മാസമാണ് മീനാക്ഷിയുടെ കല്യാണം കേട്ടാ. അപ്പം മെയ്യില് മീനാക്ഷിയുടെ കല്യാണമാണ്. അപ്പം അവിടെ പെയിന്റ് ഒക്കെ അടിച്ച് ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ടേക്കാണ്. നമുക്ക് വീടിന്റെ ഉമ്മറക്കോലായിൽ ബെസ്റ്റ് രഹസ്യമായിട്ടൊന്ന് തൂക്കണം കഴിച്ചു. ഉള്ള പരിപാടികളൊന്നും. സോറി, എക്സ്ക്യൂസ് മീ. അയ്യോ ഗൈസ്, അവള് നൈറ്റിയാണ് ഇട്ടേക്കണേന്ന്. പാവം എന്താ കേറണം. മീനാക്ഷി എപ്പോഴും ചേർത്തേ പറയുള്ളൂ. വരണം. താങ്ക്സ്. ചുമ്മാ ഗൈസ്, നിങ്ങൾ കണ്ടിട്ടില്ലേ ഉറക്കം എണീറ്റ് പേക്കോലം പോലെ ഇരിക്കണം അവളാണ്. അവൾക്ക് ഇന്ന് മേക്കപ്പ് ചെയ്യാൻ ഓടണമെന്നവള്. എന്തായിരുന്നു കല്യാൺ ലെറ്റർ വാങ്ങണോണ്ട് അവൾക്ക് നേരെ നിൽക്കണമെന്ന്.
ഞാൻ വലിയ ബൊതക്ക സാധനം ഒന്നല്ല, ഒരു ചീള് പേപ്പറാണ് തരാൻ പോണത്. നമുക്കിനി ഒരുങ്ങിയിട്ട് വരട്ടെ ഗൈസ്, ഒരുങ്ങിയിട്ട് കാണാം. അയ്യോ എന്റെ അമ്മ കരയണ ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. മീനാക്ഷി നീ എന്തിനാണ് മീനാക്ഷി ഏണ്ട ഞങ്ങൾ വരണോണ്ട് മീനാക്ഷി അലിവ, എനിക്കൊന്ന് അലിവ കണ്ടിട്ടാണ് കേട്ടോ കുറെ കാലം ഒരു മധുരം തിന്നിട്ട്. മീനാക്ഷി നിനക്ക് എന്താടി തണ്ണിമത്ത സംഭവം ഒന്നുമല്ല, കുനിഞ്ഞിട്ട് കുപ്പ എടുക്കാത്ത ഞാനും എന്റെ കൂട്ടുകാരി. നീ അവിടെ കല്യാണം വിളിക്കാൻ പച്ച വെള്ളം ഞാൻ നിനക്ക് തരില്ല. നിനക്ക് എന്തിത്ര കള്ള ലക്ഷണം? കല്യാണമായിട്ട് ഈ പെണ്ണും പിള്ളക്കാണ്, എനിക്കല്ല. യെസ് അതൊക്കെ പറയട്ടെ. എന്റെ അപ്പൂന്റെ കല്യാണം കഴിഞ്ഞ് 15ാമത്തെ ദിവസമോ 20ാമത്തെ ദിവസം മീനാക്ഷിയുടെ അനുവിന്റെയും കല്യാണമാണ്. അന്ത ഒത്തൊരുമയാണ് അറുമ എറുമകൾ നാങ്കത്താൻ. നീ അലിവ വാങ്ങിച്ചോണ്ടെങ്കിൽ ഇവിടെ നിന്ന് നീ അറുത്ത് വെച്ചാ കൊള്ളാം. പ്രൗഡ് ഓഫ് യു. കല്യാണം കഴിക്കാം. ഭയങ്കര പുനൂതം കേട്ടാ ഗൈസ്. അല്ലെന്നുണ്ടെങ്കിൽ ഉറക്കം എണീക്കാത്ത, ഞാൻ ഉറങ്ങിയൊക്കെ എണീക്കണേ ഉള്ളൂ. വന്ന് വിളിച്ചിട്ട് അത്രയും ഞാൻ വിചാരിച്ചത്. പക്ഷേ പെണ്ണ് വിളി നീ എന്തിനാ ഇത്ര വലിയ ഇതൊക്കെ നീ ചെയ്ത്, എനിക്കതാണ് അറിയാതെ. മാമി പറഞ്ഞാ നീ കല്യാണം വിളിക്കാൻ ഞങ്ങൾ അവിടെ പടക്കമൊക്കെ കഴിക്കാം, ഒരു എൻജോയ്മെന്റിന് വേണ്ടി. വെറൈറ്റി, അതായത് ഇവിടെ അവർ കഴിക്കുന്ന നമ്മൾ വെറൈറ്റി ഇടിക്കും. മാമി വന്നാ ചോറ് കഴിച്ചാ മീനു? ഒന്നും തിന്നില്ല നീ, കൊച്ചു കഷ്ടം തന്നെ. അല്ല ഇവിടെ ചോറൊക്കെ വെച്ചല്ലേ, എന്തൊരു കറി? തോരനും നമ്മളവിടെ ചോറും തോരനും മീൻകറി. ആരടുത്ത് പറയാം, നമ്മളുടെ ചോറും തോരനും മീൻകറി. അത് മൃഷ്ടാനം. അതെന്തൊരു വർത്താനം, ഒരാഴ്ചയായില്ലേ? പൂച്ചകളുണ്ട് നത്തോലി കുട്ടിച്ചൂര. ആ ചൂര കൊള്ളൂലെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി ടേസ്റ്റ് ഇല്ലാത്ത ചൂര പിടിച്ചില്ല. എനിക്ക് ചൂര ഇഷ്ടമല്ല. ഞാൻ മാമി വരണേ, മാമിയും കൂടെ വന്നിട്ട് നമുക്ക് കല്യാണം വിളിക്കാൻ കഴിച്ചു. കമാ ഇതല്ല ഞാൻ നോക്കിയപ്പോ എന്റെ ബെസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കണ്. ഞാൻ ബെസ്റ്റ് ഇവിടെ നിന്ന് കിടന്നുറങ്ങണം, ഞാൻ ബെസ്റ്റ് ഒന്ന് വിളിക്കണം, എണീക്കണം, കല്യാണം പറയണം എന്ന് വിചാരിച്ചു. ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു തരണമെന്ന് അപ്പോൾ പറഞ്ഞു ഇവിടെ അവിടെ ഇതൊക്കെ അടിച്ചു വെച്ചേക്കണമെന്ന്. ഇത് മതി. അപ്പൊ ഇത്രയും നേരം ഞങ്ങൾ ബഹളം വച്ചതിന് ശേഷം നമ്മള് കല്യാണം വിളിക്കാൻ പോണം. ശശി പിടിക്കണം മീനാക്ഷി. കാലം കൈമാറി. കല്യാണത്തിന് നേരത്തെ വരണം. കല്യാണത്തിന് മീനാക്ഷിനെ ഒരാഴ്ചക്കുമ്പോ അങ്ങ് പോരെ. അമ്മ വിറയ്ക്കണ ടെൻഷന് സ്റ്റേജിൽ കയറിയണൊക്കെ. നിങ്ങളത് പറയും, കറക്റ്റ് ആയിട്ട് പറയണമെന്ന്. ഇങ്ങനെയല്ല മീനാക്ഷി, ഞാൻ പറയാം സഹൃദായ നാട്ടുകാര്, എന്റെ അപ്പൂന്റെ കല്യാണം. അപ്പൊ മാമി എല്ലാരോടും അങ്ങ് എത്തണം. തലക്ക് മീനും അച്ഛന്മാരും പറയണം. സൈക്കോളവര് അവര് അമ്മ കരയുന്നു, മാമി ചിരിക്കുന്നു, മാമി കരയുന്നു, അമ്മ ചിരിക്കുന്നു. എനിക്കെന്താണ് മറ്റേ വെള്ളിത്തിരിയിലെ അവര് ചിരിക്കുമല്ലോ, അത് കണക്ക്. ഇനി നമ്മൾ കല്യാണം വിളിച്ചപ്പോ നമ്മ ഇറങ്ങിയാണ് മാമി. അപ്പം അല്ല വേണ്ട, ഇവർക്കാണെങ്കിൽ ഇവർക്കൊക്കെ കരഞ്ഞാ മതി. യെസ്. അപ്പൊ നമ്മൾ ഇനി മീനാക്ഷി കല്യാണത്തിന് എത്തണം. വരാൻ ശ്രമിക്കണം. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഇവിടെ കല്യാണം വിളിച്ച് നമുക്ക് നേരെ ഗോപിയിലോട്ട് പോകണം. ബൈ. ഞങ്ങളെ യാത്രയാക്കാൻ വന്നേണേ, അത് നേരെ ഇടൂ. ഇങ്ങനെ ഞങ്ങളെ യാത്രയാക്കാൻ വന്നത് മായാവി. എനിക്ക് സൂര്യനെ പേടിയാ. ചുമ്മാ നൈസ്. പണ്ട് സ്കൂൾ പോലും സൂര്യനായിട്ട് ആത്മബന്ധമുള്ള ഒരു പെൺകുട്ടിയാണ്. കൊട്ടൻ വെയിലത്തേ നിൽക്കുള്ളൂ. അപ്പൊ മാമി ഞങ്ങൾ ഇറങ്ങണേ. അപ്പൊ ഇനി കാണാം. കല്യാണത്തിന്റെ അന്ന് കാണാമല്ലോ, നമുക്ക് ഇപ്പോഴും കാണാം. ഓക്കെ ചാച്ചാ. അങ്ങനെ നമ്മൾ മീനാക്ഷി റെഡി ഇറങ്ങിയിട്ട് നമ്മള് ഗോപികര വെട്ടി എത്തി. ഉറങ്ങി കിടക്കണം, നമ്മൾ വിളിച്ചോണത്തിരുന്നു. കമാ എന്റെ വീട് കാണിച്ചു കൊടുക്കും. ഇതാണ് ഗോപികയുടെ വീട്. ഇനി വരും. കുളിമുറി കാര്യം പറയണോന്നുണ്ട്. ഇതെന്തൊരു അടിയില് പാന്റ് ഒക്കെ ഇട്ടേക്കണ? ഞാൻ പറഞ്ഞോണ്ട് പാന്റ് ഇട്ടന്നു. പണ്ട് നിനക്കത്തൊരു കാലം കൂടെയും കൊണ്ടുവന്നു. ഇത് തന്നെ ബസ് ഇരിക്കണ എല്ലാരും കൊല്ലുവരുന്നു. ഓ ഇതും കൊണ്ട് വരുമോ? അയ്യോ ഗോപിക വെഡിങ് ഗിഫ്റ്റ്. തുറന്നു നോക്ക്, ഇഷ്ടപ്പെട്ടാ നോക്ക്.
തുറന്നു നോക്കട്ടെ, തുറന്ന് പൊളിച്ചിട്ടൊക്കെയാണ് ഞാൻ പറയണം. അത് നോക്കോ. ഞാനാണ് പോയി എടി നല്ലതടി, ഞാനാണ് പോയി മേടിച്ചത്. സൈസാണെന്ന് എനിക്ക് അറിഞ്ഞു. നല്ലത്. കൺഫ്യൂഷൻ. അവിടെ അമ്മയും പൊട്ടിക്കണം, ഞാനും പൊട്ടിക്കണം. പൊട്ടിക്കട്ടാ? ഓക്കെ, സെറ്റ്. ഓ നോക്ക്, നോക്കമ്മ. എടി നല്ല രസമുണ്ട്. കറക്റ്റ്. കറക്റ്റ് തന്നെ, കറക്റ്റ് തന്നെ. ഇല്ല കറക്റ്റ് തന്നെ. അതാണ്ട കൊള്ളാല്ലേ. ഫസ്റ്റ് ഞാൻ തരുമെന്ന് വിചാരിച്ചത്. അതാണ് ഞാൻ നിന്റെ അടുത്ത് അയച്ചത്. ആരെങ്കിലും നിനക്ക് ചോദിക്കാം, നിനക്ക് ആരെങ്കിലും വെഡിങ് ഗിഫ്റ്റ് ഞാൻ പറഞ്ഞ എനിക്ക് ആരും തന്നില്ല. ഫസ്റ്റ് ഞാൻ കൊടുക്കും. അത് എന്റെ ആഗ്രഹമായിരുന്നു. അതാണ് ഞാൻ നീ ഇവിടെ വരുമ്പോ അത് തന്നെ. ഫസ്റ്റ് പണ്ടേതാണ്, ഫസ്റ്റ് ഗോപിക ട്രെയിനിൽ കയറ്റും. എല്ലാം ഗോപിക്ക് ഫസ്റ്റ് അടിക്കണമായിരുന്നു. കൊള്ളാടി, നല്ല രസമുണ്ട്. ഇന്നും കൊള്ളാം. കാണിച്ച എല്ലാരെയും കണ്ടേ? ആരും അറിഞ്ഞില്ല ഞാൻ വാങ്ങാൻ പോയി വന്നതിന് ശേഷം എല്ലാരും അറിയിച്ച. ഊരല്ല ഇതേ അപ്പൂന് ഗിഫ്റ്റ് തന്നത്. അതായത് ഗോപികയെ കല്യാണം കഴിക്കാൻ പോണ ചേട്ടൻ, ശരത്തേട്ടൻ ഗിഫ്റ്റ് തന്നത്. രണ്ടുപേരെയും കൂടെ ഗിഫ്റ്റ്. കൊള്ളാടി, നല്ല രസമുണ്ട്. എടി ഇത് കറക്റ്റാണ്, അപ്പൂന് കറക്റ്റ് ആവും. താങ്ക് യു ശരത്തേട്ടാ, താങ്ക് യു. എന്നാലും നെറ്റ് കിട്ടുമ്പോൾ കാണണേ. താങ്ക്സ് എടി, സെറ്റ്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അല്ലടി, എനിക്ക് സന്തോഷമുള്ള. അല്ലെങ്കിൽ സർപ്രൈസ് തരാൻ നീ മിടിക്കുകയാണ്. ഇവിടെ ചില ആൾക്കാരുണ്ട്, എൻ്റെ അമ്മയൊക്കെ സർപ്രൈസ് ഒക്കെ നേരത്തെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലടി. ഞാൻ ഫോട്ടോ ഇട്ടിട്ട് നിന്റെ ഇത് മാത്രം ഞാൻ രഹസ്യമായിട്ട് വെച്ചിരുന്നു. തന്നല്ലേ, കൊള്ളാം. അതാണ് എനിക്ക് രഹസ്യ സൂക്ഷിപ്പരിയാണ് എൻ്റെ നമ്മളെ കല്യാണം വിളിക്കാൻ വന്നതാണ്. ഇത് നിങ്ങൾ പറയും, എനിക്കിത് പറയാൻ അറിഞ്ഞൂടെ. അമ്മക്ക് പറഞ്ഞു. കല്യാണത്തിന് വരണം, കല്യാണത്തിനും റിസപ്ഷനും ഒക്കെ വരണം. എല്ലാരും ആയിട്ട് ചേട്ടൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു പറയാം. നമുക്ക് പിന്നെ പരിപാടികളൊക്കെ വായിക്കണം. എടി ഇത് കൊള്ളാമോടി എന്റെ പാഷൻ. ദാണ്ട വാഴക്കൊല, കിളി, ഗണപതി, ഒരു പച്ച വാഴയില്. നമ്മൾ ആദ്യം നോക്കിയതാണ്, പിന്നെ അത് പ്രിന്റ് എടുക്കാൻ പാടാനത് എടുത്തത്. സോ ഗൈസ്, അങ്ങനെ ഞങ്ങളിതാ ഇപ്പോൾ കല്യാണമൊക്കെ വിളിച്ചിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ട് പോയിട്ട് വന്നിട്ട് എനിക്ക് അമ്മയ്ക്കൂടെ ലുലുവിൽ പോകണമായിരുന്നു. പോയി എനിക്ക് കുറച്ച് സാധനം, ഇവിടെ കുറച്ച് അലയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ക്ഷീണമായിപ്പോയി. അങ്ങനെ അലഞ്ഞിട്ടൊക്കെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ, 1-2 സാധനങ്ങൾ വാങ്ങണമായിരുന്നു. എന്നിട്ട് ഞങ്ങളിതാ വീടെത്തി. അമ്മയൊക്കെ കിടന്ന് ഞാൻ എന്താ ഇവിടെ എനിക്ക് കുറച്ച് ഒതുക്കാണ്ട്, കുറച്ചധികം എന്തോ അവിടെയും കുറച്ച് വാരി വച്ചേക്കുന്നതേ ഉള്ളൂ. കുറച്ചധികം ഒതുക്കാണ്ടായിരുന്നു. കാരണം നാളെ ഒരു ട്രാവലുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് ഒതുക്കിയൊക്കെ വച്ചിട്ട് വേണം. കാരണം എനിക്ക് എവിടെയെങ്കിലും ട്രാവൽ ഞാൻ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വരുമ്പോൾ എനിക്ക് റൂം ഭയങ്കര നീറ്റായിട്ട് കിടക്കണം. നീറ്റ് മീൻസ് എല്ലാം വാരി പറക്കി അടുക്കി പറക്കി ഇരിക്കണ പൊസിഷനിൽ പേന വരെ ഇരിക്കണം. OCD ഉണ്ടെന്ന് നിങ്ങൾ ചോദിക്കരുത്, OCD ഒന്നുമില്ല. പേന വരെ ഇരിക്കണ പൊസിഷനിൽ എനിക്ക് അങ്ങനെ ഇരിക്കണമെങ്കിൽ എനിക്ക് സാധനം, എനിക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്ന് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ വന്ന് ഒതുക്കി ഇപ്പോൾ ഇതാ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് ഇന്നത്തെ ഡേ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഡേ ആണ്. ഞാൻ എല്ലാ ദിവസവും കിടക്കാൻ നേരത്ത് ഞാനിങ്ങനെ ഇത് ചെയ്യും. എനിക്ക് ഇന്നത്തെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. ലൈക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ നന്നായി, ഇങ്ങനെ എന്ത് എനിക്ക് ബാഡായാലും പോസിറ്റീവായാലും എന്ത് സംഭവിച്ചാലും ഞാനിങ്ങനെ കിടന്നിട്ട് ഞാൻ പറയും നന്നായി അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷമായി. ഇന്നത്തെ ദിവസം ആലോചിച്ചപ്പോഴത്തേക്ക് എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്. എനിക്ക് നന്ദിയാണ് ദൈവത്തിൻ്റെ അടുത്ത്. കാരണം അവർ രണ്ടുപേരും എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നെങ്കിൽ ഗൈസ് അത് വലിയൊരു നഷ്ടമായേനെ എനിക്ക്. അവർക്ക് നഷ്ടമാവും ഓഫ് കോഴ്സ്, കാരണം എൻ്റെ ഒരു ബഹളവും കോമഡിയൊക്കെ ആർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഗൈസ് അങ്ങനെയല്ല, അവരെ ഞാൻ ഉള്ളേക്കാളും എനിക്ക് അവർ ഇങ്ങനെ ഉള്ളത് എനിക്ക് ഭയങ്കര അവരില്ല എൻ്റെ ലൈഫിലിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര വലിയ ഒരു മിസ്സിങ് ആയിപ്പോയേനെ. താങ്ക് യു യൂണിവേഴ്സ്. എനിക്ക് അത്രേ പറയുള്ളൂ. അവർ 2 പേരെ എൻ്റെ ലൈഫിൽ തന്നേന്. ആൻഡ് അങ്ങനെ ഞങ്ങൾ പോയി കല്യാണമൊക്കെ വിളിച്ച്. ആൻഡ് നമ്മുടെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല, ഞാൻ ഭയങ്കര ഗോപികേ എന്നായിപ്പോയി. കാരണം ഞാൻ എന്താ എൻ്റെ ഇത് കണ്ടില്ലേ, എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. കാരണം ഞാനിപ്പോഴും സ്റ്റിൽ ഗോപിക ഓഫ് കോഴ്സ് ഞങ്ങൾ ഒരുമിച്ച് 18 വയസ്സ് മുതൽ ഞങ്ങൾ ഒരുമിച്ചുള്ളതാണ്. മീനു എൻ്റെ 13ാമത്തെ വയസ്സ് മുതൽ. അപ്പം എനിക്കിങ്ങനെ എന്തോന്ന് ലൈക്ക് എൻ്റെ ഫ്രണ്ട്സോ അവർ ജോലിക്ക് പോയി എന്ന് വെച്ചാൽ ഞങ്ങൾ ആ ഒരു എറയിൽ നിന്ന് വന്ന് കോളേജ് ടൈമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഓക്കെ ഒരു ലൈക്ക് ഏർലി 30s ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഒരു വിശ്വാസം. യെസ്, ലൈക്ക് mid-20s. ഓക്കെ,
അപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ അവളിങ്ങനെ ഗിഫ്റ്റ് തന്നപ്പോൾ ഞാൻ ഇങ്ങനെ, കാരണം ഇപ്പോഴും എനിക്ക് ഗോപിക എനിക്ക് കോളേജ് ഗോപിക എനിക്കറിയാം, ഓഫ് കോഴ്സ് അങ്ങനെയാണ്. പക്ഷേ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞങ്ങളന്ന് ഒരിക്കലും ലൈഫിൽ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെന്ന്, അങ്ങനെ ഒന്നും. പക്ഷേ അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ ഓരോ മിനിറ്റിനും ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. താങ്ക് യു. ഒരുപാട് ചിരിച്ച് ഒരുപാട് പറഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെ കണക്ക് കൂട്ടിയാണ് പോയത്. ഇവിടെ നിന്ന് പോകുമ്പോൾ 15 മിനിറ്റ്, എല്ലാ വീട്ടിലും 15 മിനിറ്റ്. പക്ഷേ ഇല്ല, എല്ലാ വീട്ടിലും ഞങ്ങൾ കുറേ നേരം നിന്ന് കാര്യം പറഞ്ഞ് സംസാരിച്ച് നല്ല സമയം എടുത്തിട്ടാണ് വന്നത്. പക്ഷേ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ഷർട്ട് ഞാൻ കൊടുത്തു, കാരണം അവന് ഫസ്റ്റ് കിട്ടിയൊരു ഗിഫ്റ്റാണ്. അപ്പം ഞാൻ ഇങ്ങനെ ലൈക്ക് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ആദ്യമായിട്ട് അവന് കിട്ടുന്ന ഗിഫ്റ്റാണ്. ഭയങ്കര സന്തോഷമായി. അതൊക്കെ ഇട്ടൊക്കെ എനിക്ക് ഫോട്ടോയൊക്കെ അയച്ചു തന്നു. സോ ബേസിക്കലി യെസ്, ഇനി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ കല്യാണം വിളിയെന്ന് സംഭവിച്ചാൽ അത്യാവശ്യം എളുപ്പമുള്ള പരിപാടിയാണ് നമുക്ക് തോന്നിയാലും അല്ല ഗൈസ്. കാരണം ഇതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളായിട്ട് ലെറ്റർ ഇങ്ങനെ കൊണ്ട് കൊടുത്തിട്ട് കുറച്ച് നേരം മൂങ്ങളെ കണക്ക് നിൽക്കും ഞാനും അമ്മയും കൂടെ. എന്തിനാണ് പറയണത്, ഇങ്ങനത്തെ ഒരു പിടുത്തമില്ല. പക്ഷേ നമ്മൾ തുടങ്ങിയില്ലല്ലോ, അപ്പോൾ വിളിച്ച് വരുമ്പോഴത്തേക്ക് സെറ്റാവും. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. നീ ഗോപികേനടുത്ത് പറഞ്ഞടി, നീ കളയരുത് ഒരിക്കലും. ഞാൻ ഒരിക്കലും കളയൂല. കാരണം ഇത് ഭയങ്കര വർത്താണ്. വർത്ത് മീൻസ് അത് ഒരു ചെറിയ ഇത് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു എല്ലാത്തിലും ഞാൻ ഭയങ്കര ഇതാണ്, ലൈക്ക് ഗ്രേറ്റ്ഫുള്ളാണ്. പക്ഷേ ഇതാവണമെന്നില്ല, ഇങ്ങനെ ഗിഫ്റ്റ് ആവണമെന്നില്ല. എനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഫസ്റ്റ് ടൈം എന്നെ ട്രെയിനിൽ കയറ്റുന്ന അവളാണ്. എനിക്ക് ഒരുപാട് സാധനങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴായാലും സ്കൂളിലെ കോളേജിൽ പഠിക്കുമ്പോഴായാലും ഒക്കെ എനിക്ക് സാധനങ്ങൾ കൊണ്ട് തരുമായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ടൂറ് പോകാൻ എനിക്ക് ഡ്രസ്സില്ലാത്തതുകൊണ്ട് മീനുവിൻ്റെ ഡ്രസ്സാണ് ഞാൻ ഇട്ടുകൊണ്ട് വരുന്നത്. മീനു ടൂറിന് എന്തിട്ടോ ആ സെയിം സാധനം കഴുകി വാങ്ങിച്ച് ഞാൻ കൊണ്ടുപോയിട്ട്. അതാണ് സംഭവം. കാരണം അത്രയ്ക്ക് എല്ലാവരും ഞങ്ങൾ ഭയങ്കര ഇതാണ് ഗൈസ്. എനിക്കതങ്ങനെ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് അതാണ് കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ട്. എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു വേഴ്സ്റ്റ് ടൈമിൽ ഞാൻ ഗോപികയുടെ വീട്ടിലായിരുന്നു. ഒരു 10-15 ദിവസമൊക്കെ എനിക്ക് ലൈക്ക് ഗോപിക എങ്ങനെയാണ് അതേപോലെയാണ് ഞാനും അവിടെ എന്നെ ട്രീറ്റ് ചെയ്യണത്. സോ അപ്പം എനിക്കങ്ങനെ ഒളി മറയൊന്നും ഇല്ലാത്ത ഒരു ഇതാണ്. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ കണ്ടതൊക്കെയാണിത്. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടത്. ഇനിയിപ്പം എനിക്കിനി ഒരു ട്രാവൽ കഴിഞ്ഞിട്ട് വേണം ബാക്കി വിളികൾ തുടങ്ങാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.